ഹലോ ഫ്രണ്ട്സ്, നമ്മൾ സാധാരണയായിട്ട് എല്ലാ പരീക്ഷകളിലും കാണുന്ന ഒരു ഭാഗമാണ് സുപ്രധാന നിയമങ്ങൾ അല്ലെ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സുപ്രധാന ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോക്സോ ആക്ട് ആണ്. പോക്സോ ആക്ട് 10th ലെവൽ, പ്രിലിംസ് ആകട്ടെ, മെയിൻസ് ആകട്ടെ, എല്ലാ പരീക്ഷകളിലും ഈ പോക്സോ ആക്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നേരിട്ട് ക്ലാസ്സിലേക്ക് പോകുന്നു. പോക്സോ ആക്ട് എന്താണ്? പോക്സോ ആക്ട് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസസ് എന്നാണ്. പോക്സോ എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസ് എന്നാണ് പോക്സോയുടെ പൂർണ്ണരൂപം. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസ്. നോക്കാം. നമുക്ക് പോക്സോ ആക്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ പോക്സോ ആക്ട് നിലവിൽ വന്ന കാലഘട്ടം ഓർക്കണം. പോക്സോ ആക്ട് ഭേദഗതി ചെയ്തത് അതൊക്കെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. 2012 ജൂൺ 19 പോക്സോ ആക്ടിന് അംഗീകാരം ലഭിക്കുന്നത്. 2012 ജൂൺ 19 2012 ജൂൺ 19 വായന ദിനം അല്ലേ. അപ്പൊ 2012 ജൂൺ 19 പോക്സോ നിയമത്തിന് അംഗീകാരം ലഭിക്കുന്നത്. ആ സമയത്ത് പ്രസിഡന്റ് ആരായിരുന്നു? പ്രതിഭാ പാട്ടീലായിരുന്നു. പ്രതിഭാ പാട്ടീൽ. നമുക്കറിയാം IT ഭേദഗതി നിയമം നിലവിൽ വരുമ്പോഴും ആര് തന്നെയായിരുന്നു? പ്രതിഭാ പാട്ടീൽ തന്നെയായിരുന്നു. ഇവിടെ 2012 ജൂൺ 19 പോക്സോ ആക്ട് അതിന് അംഗീകാരം ലഭിക്കുമ്പോൾ പ്രസിഡന്റ് ആരായിരുന്നു? പ്രതിഭാ പാട്ടീലായിരുന്നു. 2012 നവംബർ 14 പോക്സോ ആക്ട് നിലവിൽ വന്നത്. നവംബർ 14 ശിശുദിനമല്ലേടാ. അപ്പൊ ശിശുദിനം അല്ലെ, ഈ പോക്സോ ആക്ട് നിലവിൽ വരാൻ ഏറ്റവും പറ്റിയ ഒരു ദിവസം തന്നെയാണ് നവംബർ 14. നവംബർ 14 തന്നെയാണ് പ്രമേഹ ദിനവും അല്ലെ. ഓക്കെ. അപ്പൊ 2012 നവംബർ 14 നവംബർ 14 2012 നവംബർ 14 പോക്സോ നിയമം നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ കേരളത്തിലും 2012 തന്നെ പോക്സോ നിയമം വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. കേരളത്തിലും പോക്സോ നിയമം വരുന്നത് എപ്പോഴാ? 2012 തന്നെയാണ്. നോക്കി ഒന്നുകൂടെ പറയാം. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസ്. ഈ ടോപ്പിക് ഉറപ്പായിട്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കണേ. എല്ലാ പരീക്ഷകളിലും ആവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ പോക്സോ നിയമം അല്ലെങ്കിൽ സുപ്രധാന നിയമങ്ങൾ. എല്ലാ സുപ്രധാന നിയമങ്ങളും നമ്മൾ എക്സാമിന് മുമ്പ് ക്ലിയർ ചെയ്തിരിക്കും. അതുകൊണ്ട് ഒരു വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഓക്കെ. 2012 ജൂൺ 19 ഈ പോക്സോ നിയമത്തിന് അംഗീകാരം ലഭിക്കുന്നു. ആരാ അംഗീകാരം നൽകുന്നത്? ഏത് പ്രസിഡന്റ്? പ്രതിഭാ പാട്ടീലാണ്. 2012 നവംബർ 14 പോക്സോ നിയമം നിലവിൽ വന്നു. കേരളത്തിലും എപ്പോൾ തന്നെയാണ് വരുന്നത്? 2012 തന്നെയാണ് വരുന്നത്. ഓക്കെ. ഈ പോക്സോ നിയമത്തിൽ അധ്യായങ്ങൾ എത്രയെന്ന് ചോദിച്ചാൽ 9 അധ്യായങ്ങളാണ്. പോക്സോ നിയമത്തിൽ എത്ര അധ്യായങ്ങൾ ഉണ്ടായിരുന്നു? 9 അധ്യായങ്ങളും. സെക്ഷൻസ് ചോദിച്ചാൽ 46. ശ്രദ്ധിച്ചിരുന്നു പഠിച്ചോ. 9 അധ്യായങ്ങളും 46 സെക്ഷൻസും. 9 അധ്യായങ്ങൾ 46 സെക്ഷൻസ് അഥവാ ഭാഗങ്ങൾ എത്ര ഉണ്ട്? 46. അധ്യായങ്ങൾ എത്രയാ? 9 ഓക്കെ. ഈ പോക്സോ നിയമപ്രകാരം കുട്ടികൾ എന്ന് പറയുന്നത് എത്ര വയസ്സ് വരെയാ? 18 വയസ്സ് വരെയാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അല്ലേ. പോക്സോ നിയമം നമ്മൾ ചിലപ്പോൾ എന്താണ് ഇത് നമുക്ക് അറിയത്തില്ലെങ്കിൽ 14 വയസ്സ്, കുട്ടികളൊക്കെ 14 വയസ്സെന്ന് നമ്മൾ വിചാരിക്കും. പോക്സോ നിയമപ്രകാരം കുട്ടികൾ എന്ന് പറയുന്നത് ആ പരിധി എത്രയാ? 18 വയസ്സ് വരെയാണ്. കുട്ടികളുടെ പരിധി 18 വയസ്സ് വരെയാണ്. എന്താ 1098 ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ പോക്സോ കേസുകളൊക്കെ പറയാനായിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ, അതുമായി ബന്ധപ്പെട്ട ടോൾ ഫ്രീ നമ്പർ 1098. ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1098 ആണ്. 1098 1098 1098 ആണ്. ഓക്കെ അല്ലേ? യെസ്. 1098 1098 നേരെ തിരിച്ച് അങ്ങോട്ട് പോവല്ലേ. 1098 8 9 10 10 9 8. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ കുട്ടികൾ എന്ന് പറയുന്നത് 18 വയസ്സ് വരെയുള്ള ആ ഒരു പരിധിയാണ് പോക്സോ നിയമപ്രകാരം കുട്ടികൾ എന്ന് പറയുന്നത്. ടോൾ ഫ്രീ നമ്പർ 1098. എത്ര അധ്യായങ്ങൾ? 9 അധ്യായങ്ങൾ 46 സെക്ഷൻസ്. 9 അധ്യായങ്ങൾ 46 സെക്ഷൻസ്. യെസ്. എന്താണ് പോക്സോ ഇ ബോക്സ് എന്ന് പറയുന്നത്? എന്താ പോക്സോ ഇ ബോക്സ്? ഓൺലൈൻ പോക്സോ പരാതികൾ ഓൺലൈനായി നൽകാനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പ്രൊജക്റ്റ് ആണ് ഏത്? പോക്സോ ഇ ബോക്സ്. പോക്സോ ഇ ബോക്സ് ഓൺലൈനായി പരാതി നൽകാൻ. പോക്സോ ഇ ബോക്സ് ഉദ്ഘാടനം ചെയ്തത് മേനക ഗാന്ധിയാണ്. എന്ന് 2016 ഓഗസ്റ്റ് 26 2016 ഓഗസ്റ്റ് 16 മേനക ഗാന്ധിയാണ് പോക്സോ ഇ ബോക്സ് ഉദ്ഘാടനം ചെയ്ത്. എന്താ പോക്സോ ഇ ബോക്സ്? പോക്സോ പരാതികൾ ഓൺലൈനായി നൽകാനായിട്ടുള്ള സംവിധാനമാണ് പോക്സോ ഇ ബോക്സ്. ഉദ്ഘാടനം ചെയ്തത് മേനക ഗാന്ധിയാണ്. 2016 ഓഗസ്റ്റ് 26 ഓക്കെ. യെസ്. അപ്പൊ പറഞ്ഞത് പോക്സോ ആക്ട് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് 2012 ജൂൺ 19 ഇതിന് അംഗീകാരം ലഭിച്ചത്. 2012 നവംബർ 14 നിലവിൽ വന്നു. 2012 തന്നെ കേരളത്തിലും നിലവിൽ വരുന്നു. അധ്യായങ്ങൾ 9, സെക്ഷൻസ് 46. പോക്സോ നിയമപ്രകാരം കുട്ടികൾ എന്ന് പറയുന്നത് 18 വയസ്സ് വരെയുള്ളതാണ്.
ടോൾ ഫ്രീ നമ്പർ 1098 ഓക്കെ. പോക്സോ ഇ ബോക്സ് ഓൺലൈനായി പരാതി നൽകാൻ മേനക ഗാന്ധി ഉദ്ഘാടനം ചെയ്യുന്നു 2016 ഓഗസ്റ്റ് 26. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഇന്ത്യയിലെ ഏത് നിയമങ്ങളായാലും കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഭേദഗതി ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പോക്സോ ആക്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഭേദഗതി ചെയ്തു. ഭേദഗതി എന്ന ആശയം ഇന്ത്യ എവിടെ നിന്നാണ് കടമെടുത്തേക്കുന്നത്, ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. ഭേദഗതി അമെൻമെന്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തേക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. നിലവിൽ ടെസ്റ്റ് ചാമ്പ്യന്മാർ ആരാണെന്ന് ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്കയാണ്. 2020 വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ റണ്ണറപ്പ് ആരെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്, അത് ദക്ഷിണാഫ്രിക്ക തന്നെയാണ്. യെസ്, ഓക്കെ. അപ്പൊ ഭേദഗതി നിയമം വരുന്ന വർഷം 2019 ആണ്. ഒത്തിരി നിയമങ്ങൾ ഭേദഗതി ചെയ്ത വർഷം 2019 ആണ്. കൂട്ടത്തിൽ ഏതാണ്, പോക്സോ ഭേദഗതിയും 2019 തന്നെയാണ്. പോക്സോ ഭേദഗതി വർഷം 2019, 20, 19, 2019. രാജ്യസഭ പാസ്സാക്കുന്നത് 2019 ജൂലൈ 24. ക്ലിയർ കട്ടായിട്ട് സെറ്റാക്കി പഠിച്ചു വെക്കോ. ഷോർട്ട് ക്വസ്റ്റ്യൻ മേഖലയാണ്, ഉറപ്പായിട്ട് പഠിച്ചു വെച്ചോ. രാജ്യസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 24. 2019 ജൂലൈ 24 നോട്ട് എഴുതി പഠിച്ചോളേ. 2019 ജൂലൈ 24. ലോക്സഭയാണെങ്കിലോ 2019 ഓഗസ്റ്റ് 1, ജൂലൈ 24, ഓഗസ്റ്റ് 1, ജൂലൈ 24, ഓഗസ്റ്റ് 1. 2019 വർഷം ഓൾറെഡി നമ്മൾ മനസ്സിൽ സെറ്റാക്കി. ഓക്കെ. 2019 ജൂലൈ 24 രാജ്യസഭ, ലോക്സഭ ഓഗസ്റ്റ് 1. ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ MP വീരേന്ദ്രകുമാറാണ് കേട്ടോ. പോക്സോയുടെ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാ, MP വീരേന്ദ്രകുമാറാണ്. യെസ്, ഓക്കെ. അപ്പൊ എന്താണ് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് 2019 ഓഗസ്റ്റ് 5-നാണ്. 2019 ഓഗസ്റ്റ് 5-നാണ്. ആര്, രാംനാഥ് കോവിന്ദാണ്. ആരാണ്, രാംനാഥ് കോവിന്ദാണ് പ്രസിഡന്റ് ഒപ്പുവെച്ചത്. 2019 ഓഗസ്റ്റ് 5 ഒപ്പുവെച്ച പ്രസിഡന്റ് രാംനാഥ് കോവിന്ദാണ്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, കമ്മീഷൻ ഏതാ, രാംനാഥ് കോവിന്ദാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ആ കമ്മീഷൻ ഏതാന്ന് ചോദിച്ചാൽ രാംനാഥ് കോവിന്ദാണ്. യെസ്. അപ്പോൾ ഭേദഗതി 2019 ജൂലൈ 24 രാജ്യസഭ പാസ്സാക്കി. 2019 ഓഗസ്റ്റ് 1 ലോക്സഭ പാസ്സാക്കി. 2019 ഓഗസ്റ്റ് 5 പ്രസിഡന്റ് ഒപ്പുവെച്ചു. അങ്ങനെയാണ് പോക്സോ ആക്ടിന്റെ ഭേദഗതി. ഓക്കെ ആണോ, സെറ്റാണോ ഇത്രയും? ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ച ആരാന്ന് പറഞ്ഞേടാ, MP വീരേന്ദ്രകുമാർ. അപ്പൊ രാജ്യസഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചത് സ്മൃതി ഇറാനിയാണ് കേട്ടോ. രാജ്യസഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചത് സ്മൃതി ഇറാനിയും ലോക്സഭയിൽ ബില്ല് അവതരിപ്പിക്കുന്നത് MP വീരേന്ദ്രകുമാറുമാണ്. അപ്പൊ അതൊന്ന് മറന്നു പോവാ, അതൊന്ന് കുറിച്ചിട്ടോ. ഏതാണ്, രാജ്യസഭയിൽ ബില്ല് അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മൃതി ഇറാനിയും ലോക്സഭയിലെ MP വീരേന്ദ്രകുമാറുമാണ്. ഈ പോക്സോ നിയമപ്രകാരം ആർക്കൊക്കെ നമുക്ക് പരാതി നൽകാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, ഒന്ന് ലോക്കൽ പോലീസിന് പരാതി നൽകാം, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് കോർട്ടിൽ യൂണിറ്റിൽ പരാതി നൽകാം, അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവിടങ്ങളിലാണ് പോക്സോ ആക്ട് പ്രകാരം പരാതി നൽകാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പോക്സോ നിയമപ്രകാരം പരാതി നൽകാൻ കഴിയുന്നത് എവിടെയൊക്കെയാ, ലോക്കൽ പോലീസിന് പരാതി നൽകാം, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിൽ പരാതി നൽകാം, അതുപോലെ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി നൽകാം. എവിടെയൊക്കെയാ ലോക്കൽ പോലീസ്, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവിടങ്ങളിൽ ഈ നിയമപ്രകാരം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, പരാതി നൽകാനായിട്ട് കഴിയും. ഇനി ഈ പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്തു എന്ന് അറിഞ്ഞിട്ടും കൃത്യസമയത്ത് അത് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ ആ ആളിന് മേൽ എന്ത് ചെയ്യാം, പ്രേരണാ കുറ്റം ചുമത്താനായിട്ട് കഴിയും എന്നുള്ളതാണ് പോക്സോ. അപ്പോൾ കുട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മേ ബി പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അറിയുന്നവർ ആര് തന്നെയായാലും അത് അറിഞ്ഞിട്ടും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, കുറ്റം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അവർക്കെതിരെ എന്താ, പ്രേരണാ കുറ്റത്തിന് കേസെടുക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ പരാതി നൽകേണ്ടത് ലോക്കൽ പോലീസിന് നൽകാം, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിന് നൽകാം, അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് നൽകാം. കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ പ്രേരണാ കുറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റും, കേസ് എടുക്കാനായിട്ട് കഴിയുമെന്ന് ഓർത്തിരിക്കാം. ഇനി ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത് ആര് എന്ന് ചോദിച്ചാൽ, സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ ഉദ്യോഗസ്ഥന്. സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത വനിതാ ഉദ്യോഗസ്ഥൻ പ്രത്യേകത യൂണിഫോമിലായിരിക്കണം, അല്ല സിവിൽ ഡ്രസ്സിലായിരിക്കണം. അതുപോലെ തന്നെ 30 ദിവസത്തിനകം മൊഴി രേഖപ്പെടുത്തണം എന്നതാണ്, മൊഴി എടുക്കണം എന്നതാണ്. അപ്പൊ മൊഴി എടുക്കേണ്ടത് ആരാ, സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ ഉദ്യോഗസ്ഥ. പ്രത്യേകത എന്തായിരിക്കണം, വിതൗട്ട് യൂണിഫോമിലല്ലായിരിക്കണം, സിവിൽ ഡ്രസ്സിലായിരിക്കണം. അതായത് 30 ദിവസത്തിനുള്ളിൽ ആ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യണം. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞത്, പരാതി നൽകേണ്ടത് ലോക്കൽ പോലീസ് ഓർ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കാണ്. കൃത്യസമയത്ത് ഈ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാത്തവർക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും, പ്രേരണാ കുറ്റം ചുമത്താനായിട്ട് കഴിയും. മൊഴി രേഖപ്പെടുത്തേണ്ടത് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ ഉദ്യോഗസ്ഥ, സിവിൽ ഡ്രസ്സിൽ,
30 ദിവസത്തിനകം രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. ഇനി എവിടെയായി പ്രതികളുടെ വിചാരണ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ജില്ലാ ജഡ്ജ് അധ്യക്ഷനായ സ്പെഷ്യൽ കോടതിയിൽ വിചാരണ ചെയ്യണം. ജില്ലാ ജഡ്ജി, ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ്. ജില്ലാ ജഡ്ജി അധ്യക്ഷനായ സ്പെഷ്യൽ കോടതിയിലാണ് വിചാരണ. മാത്രമല്ല 1 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കി ശിക്ഷ നൽകിയിരിക്കണം എന്നതാണ് വ്യവസ്ഥ. ജില്ലാ ജഡ്ജ് അധ്യക്ഷനായ സ്പെഷ്യൽ കോർട്ടിൽ വിചാരണ ചെയ്യണം. 1 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കി ശിക്ഷ നൽകിയിരിക്കണം എന്നതാണ് പോക്സോ നിയമപ്രകാരം അതിനകത്ത് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജില്ലാ ജഡ്ജി അധ്യക്ഷനായ സ്പെഷ്യൽ കോർട്ടിൽ വിചാരണ 1 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കി ശിക്ഷ നൽകിയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ പോക്സോ കേസുകൾക്കെതിരെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണത്തിനായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ ഒരു ഹ്രസ്വചിത്രമാണ് കോമൾ. ഏതാണ്? കോമൾ എന്നാണ് ആ ഹ്രസ്വചിത്രത്തിന്റെ പേര്. പോക്സോ കുറ്റകൃത്യങ്ങൾ പെരുകാതിരിക്കാൻ അല്ലെങ്കിൽ നടക്കാതിരിക്കാനായിട്ട് അതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം നിർമ്മിച്ച ഒരു ഹ്രസ്വചിത്രമാണ്. ഏതാ? കോമൾ ആണ്. കോമൾ. അപ്പൊ ഒന്ന് നോക്കി ഒന്നുകൂടെ പറയട്ടെ ഞാൻ. പരാതി നൽകേണ്ടത് പോക്സോ പ്രകാരം പരാതി നൽകേണ്ടത് ഒന്നുകിൽ ലോക്കൽ പോലീസിന് നൽകാം, അല്ലെങ്കിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിന് നൽകാം, അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി നൽകാം. യെസ്, കൃത്യസമയത്ത് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റത്തിന് എന്ത് ചെയ്യാം? കേസ് എടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന കുട്ടി എത്ര വയസ്സിന് താഴെ? 18 വയസ്സ് അല്ലെ. അപ്പൊ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രോജക്റ്റ് ഏതാ? അത് ആരോഗ്യ കിരണമാണ്. അതേതാണ്? ആരോഗ്യ കിരണമാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രോജക്റ്റ് ചോദിച്ചാൽ ഏതാണ് മക്കളെ? അത് ആരോഗ്യ കിരണം. അപ്പൊ എന്താ മക്കളെ ഈ ആശ്വാസ കിരണം? എന്താ? ശയ്യാവലംബ അല്ലെങ്കിൽ കിടപ്പ് രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായമാണ് ഇത്. ആശ്വാസകിരണം. ശയ്യാവലംബരായവരുടെ, അതായത് കിടപ്പ് രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായമാണ് ആശ്വാസകിരണം എന്ന് പറയുന്നത്. ശരി, ഓക്കെ, തിരിച്ചിങ്ങോട്ടേക്ക്. മൊഴി രേഖപ്പെടുത്തുന്നത് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ ഉദ്യോഗസ്ഥ സിവിൽ ഡ്രസ്സിൽ 30 ദിവസത്തിനകം. എവിടെയാ വിചാരണ? ജില്ലാ ജഡ്ജി അധ്യക്ഷനായ സ്പെഷ്യൽ കോടതിയിൽ വിചാരണ. 1 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കി എന്ത് ചെയ്തിരിക്കണം? അത് ശിക്ഷ നൽകിയിരിക്കണം എന്നതാണ് അതിന്റെ വ്യവസ്ഥ. ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണത്തിനായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ ഒരു ഹ്രസ്വചിത്രമാണ് കോമൾ. പോക്സോ കുറ്റത്തിന് ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ എത്രയാന്ന് ചോദിച്ചാൽ അത് 10 വർഷമാണ്. ഏറ്റവും കുറഞ്ഞ ശിക്ഷ 10 വർഷമാണ്. ഇത് പറയുന്നത് സെക്ഷൻ 4(1)ലാണ്. പോക്സോ കുറ്റത്തിന് ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ 10 വർഷമാണ്. ഇതെവിടെയാണ് പരാമർശിച്ചിരിക്കുന്നത്? സെക്ഷൻ 4(1)ലാണ്. എന്നാൽ ഈ ശിക്ഷയുടെ കാഠിന്യം ഒന്ന് കൂടും. 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ ഈ ശിക്ഷ എത്ര വർഷമായി മാറും? 20 വർഷമായി മാറും. അത് പറയുന്നത് സെക്ഷൻ 4(2)ലാണ്. സെക്ഷൻ 4(2)ലാണ്. അപ്പൊ എന്താണ്? ചൂഷണം ചെയ്യപ്പെടുന്ന, ചൂഷണത്തിന് വിധേയരാകുന്ന കുഞ്ഞുങ്ങൾ 16 വയസ്സിന് താഴെയാണെങ്കിൽ ശിക്ഷയുടെ കാലാവധി അത് 20 വർഷത്തിലേക്ക് ഉയരുന്നു. അത് പറയുന്നത് സെക്ഷൻ 4(2)ലാണ്. ഇപ്പൊ ഏറ്റവും കുറഞ്ഞ ശിക്ഷ ലഭ്യമാകുന്നത് എത്രയാ? 10 വർഷമാണ്. അത് സെക്ഷൻ 4(1)ലാണ് പറയുന്നത്. 16 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമമാണ് എങ്കിൽ അത് സെക്ഷൻ 4. ഇനി ഈ പ്രതിയിൽ നിന്ന് ഈടാക്കുന്ന തുക എന്താണ് ചെയ്യേണ്ടത്? പിഴ അല്ലെങ്കിൽ ആ തുക കുട്ടിയുടെ പുനരധിവാസത്തിന് വേണ്ടി ചിലവാക്കണം, അല്ലെങ്കിൽ പുനരധിവാസത്തിനായി നൽകണം എന്നതാണ് വ്യവസ്ഥ കേട്ടോ. പ്രതിയിൽ നിന്നും ഈടാക്കുന്ന തുക കുട്ടിയുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. 3 പോയിന്റ്സ് ഒന്നുകൂടെ പറയാം. ഏറ്റവും കുറഞ്ഞ ശിക്ഷ 10 വർഷം. ഇത് പറയുന്നത് സെക്ഷൻ 4(2)ലാണ്. 4(1)ലാണ്. സെക്ഷൻ 4(1)ലാണ്. 4(2)ൽ എന്താ പറയുന്നത്? 16 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ശിക്ഷയുടെ കാലാവധി അത് 20 വർഷമാകുന്നു എന്നുള്ളതാണ്. യെസ്, അപ്പൊ പ്രതിയിൽ നിന്ന് ഈടാക്കുന്ന തുക കുട്ടിയുടെ പുനരധിവാസത്തിന് ഉപയോഗിക്കണം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്താണ് ഈ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സംരക്ഷിക്കേണ്ടവർ തന്നെ, അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള പോക്സോ കേസുകൾ അത് ആര് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. സംരക്ഷിക്കേണ്ടവർ തന്നെ, അല്ലെങ്കിൽ പോലീസ്, ആർമി, ഗവൺമെന്റ് എംപ്ലോയീസ്, അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ ചേർന്ന്, അല്ലെങ്കിൽ ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്ക് എതിരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ആണ് എങ്കിൽ അതിനെയാണ് അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ അഗ്രവേറ്റഡ്
അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് ആണെങ്കിൽ സെക്ഷൻ 6(1) പ്രകാരം 20 വർഷമോ ജീവപര്യന്തമോ അല്ലെങ്കിൽ വധശിക്ഷ വരെ ശിക്ഷ ലഭ്യമാകും എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ആഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത്? എന്തുവാ? സംരക്ഷിക്കേണ്ടവർ തന്നെ കുഞ്ഞുങ്ങളെ അബ്യൂസ് ചെയ്യുക, തൻ പോലീസ് ഓർ ആർമി ഓർ ഗവൺമെന്റ് എംപ്ലോയീസ് അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ ചേർന്ന് അതുപോലെ തന്നെ ഭിന്നശേഷി കുഞ്ഞുങ്ങളെ ഇവർ ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, ഇത്തരം സാഹചര്യങ്ങളിലാണ് ഈ പോക്സോ പ്രകാരമുള്ള കേസുകൾ എങ്ങനെ പറയുന്നത് അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കുറ്റകൃത്യമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ സെക്ഷൻ 6(1) പ്രകാരം, സെക്ഷൻ 6(1) വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, 4(1)(4)(2) 6(1) പ്രകാരം 20 years അല്ലെങ്കിൽ ജീവപര്യന്തം അഥവാ ലൈഫ് ഇംപ്രിസൺമെന്റ് അല്ലെങ്കിൽ വധശിക്ഷ വരെ ലഭ്യമാകും എന്നുള്ളത് ഒന്നുകൂടെ പറയട്ടെ. ഏറ്റവും കുറഞ്ഞ ശിക്ഷ എത്രയാണ്? 10 വർഷം. സെക്ഷൻ 4(1)ൽ പറയുന്നു 16 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ 4(2)ൽ 20 years പറയുന്നു. പ്രതികളിൽ നിന്ന് ഈടാക്കുന്നത് കുട്ടിയുടെ പുനരധിവാസത്തിന് നൽകണം. അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് ചെയ്യുന്നവർക്ക് സെക്ഷൻ 6(1) പ്രകാരം 20 years അല്ലെങ്കിൽ ജീവപര്യന്തം അല്ലെങ്കിൽ വധശിക്ഷ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്തത്? സുപ്രധാന നിയമങ്ങളിലെ വളരെ 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 സുപ്രധാനമായ ഒരു ടോപ്പിക്കായ പോക്സോ നിയമമാണ്. പോക്സോ നിയമം 2012 ആണ്. ഭേദഗതി നിയമം 2019 ആണ്. രാജ്യസഭയിൽ അവതരിപ്പിച്ചത് സ്മൃതി ഇറാനിയും ലോക്സഭയിൽ അവതരിപ്പിച്ചത് MP വീരേന്ദ്രകുമാറും. പോക്സോ നിയമം വരുമ്പോൾ പ്രതിഭ പാട്ടീലും പോക്സോ ഭേദഗതി നിയമം രാംനാഥ് കോവിന്ദുമാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സുപ്രധാന നിയമങ്ങൾ ബാക്കി നിൽക്കുന്നതൊക്കെ നമ്മൾ ഓരോ ക്ലാസ് ആയിട്ട് എടുക്കും. അപ്പൊ എന്താ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് കമന്റ് ചെയ്യൂ. അതുപോലെ തന്നെ എന്താണ് കിടിലമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നു. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.